വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഇതുപോലെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രെയിമിൻ്റെ എഡിറ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. ഏറ്റവും സിമ്പിളായ രീതിയിൽ ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കട്ടെ നമുക്ക്. അപ്പോൾ ഇതിനാദ്യം തന്നെ വേണ്ടത് ടൂൺമി പറഞ്ഞ ആപ്പാണ് കേട്ടോ. ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ടൂൺമി ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുക. അതിന് താഴെയുള്ള ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക കേട്ടോ. ഈ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ രണ്ട് ബ്ലൂ കളറില്ലേ, അതിൽ ഫസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ ക്യാമറ ഓണായിട്ട് നമ്മൾ ഫോട്ടോസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഗാലറിയിലുള്ള ഫോട്ടോ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഗാലറിയിലുള്ള ഫോട്ടോസ് കിട്ടും. അതിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് കാർട്ടൂൺ പിക്ചറാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ കാർട്ടൂൺ പിക്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കിട്ടും. അതിന് താഴെ ബ്ലൂ കളറിൽ താഴേക്കൊരു ആരോ മാർക്കില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോട്ടോ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും കേട്ടോ, ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. ഇനി ഇതുപോലെ ബാക്കി എല്ലാ ഫോട്ടോസും നമുക്ക് കാർട്ടൂൺ പിക്ചറാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം കാർട്ടൂൺ പിക്ചറായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇൻഷോട്ട് പറഞ്ഞ ആപ്പിൽ പോവുക. അതിൽ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഉണ്ടാവും കട്ടൗട്ട് എന്ന ഓപ്ഷന്. അതിൽ നമുക്ക് കട്ടൗട്ട് എന്നുള്ള അതിൽ ഏതെങ്കിലും മോഡൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ഫോട്ടോ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും കേട്ടോ. ഇതുപോലെ എല്ലാ ഫോട്ടോൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി എടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാ ഫോട്ടോസും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിക്സാർട്ട് എന്ന ആപ്പാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ക്യാൻവയിലും എഡിറ്റ് ചെയ്യാം, പക്ഷേ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പിക്സാർട്ടാണ് കേട്ടോ. അപ്പോൾ പിക്സാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഇനി വൈറ്റ് അല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ ആ കളറും സെലക്ട് ചെയ്യുക. വൈറ്റ് ആയിരിക്കും ഒന്നുകൂടി ഭംഗി വരുന്നത്. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് അതിന് താഴെ ഉണ്ടാവും ആഡ് ഫോട്ടോ എന്ന്. അപ്പോൾ അതിൽ ആഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നമ്മൾ നേരെ ഗാലറിയിലേക്ക് പോകും. അപ്പോൾ അവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് വെച്ചാൽ കാർട്ടൂൺ പിക്സുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്താൽ ഇതുപോലെ നമ്മൾ ഫ്രെയിമിലേക്ക് ഓരോ ഫോട്ടോസ് വരും. ഇതൊക്കെ നമുക്ക് ഏത് മോഡലിലാണ് വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഫോട്ടോസ് എല്ലാം സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട മോഡൽ വെച്ചിട്ടുണ്ട്. ഇനി സൈഡിൽ ലെയേഴ്സിന് എഴുതിയ ഇതുണ്ടാവും, അതിൽ പോയിട്ട് ഓരോ ഫോട്ടോയിൽ ലോക്ക് ചെയ്ത് വെക്കുക. എന്നാൽ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചേഞ്ച് ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ടൈം എഡിറ്റ് ചെയ്ത ഫോട്ടോ ഇങ്ങനെയാണ്. ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് താഴെ ടെക്സ്റ്റ് എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ഫാമിലിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് സേവ് ചെയ്താൽ മതി കേട്ടോ. ആ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ എഡിറ്റിംഗ് രീതിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.